ഇന്നൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആയാലോ? സത്യത്തിൽ ഇതെനിക്കൊരു ബാല്യകാല ഓർമ്മ കൂടിയാണ്. ഇത് കുടിക്കാൻ വേണ്ടി മാത്രം തൃപ്പൂണിത്തുറ സ്വാമിക്കടയിൽ പോയിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ രുചിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക് മുന്തിരി വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയിൽ നിന്ന് പയ്യെ തൊലി പൊട്ടി പോകുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പാകം. ആ പാകം എത്തുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മുന്തിരി പയ്യെ കോരി മാറ്റി വെക്കണം. മാറ്റി വെച്ച മുന്തിരി ഒന്ന് തണുത്ത് വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ പൾപ്പ് മാത്രമായിട്ട് പയ്യെ ഒന്നിങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വന്നോളും. അങ്ങനെ ഓരോ മുന്തിരിയിൽ നിന്നും പൾപ്പ് മാറ്റിയെടുത്ത ശേഷം നമുക്കതൊന്ന് തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഈ മുന്തിരിയുടെ തൊലി ആരും എടുത്ത് കളയരുത് കേട്ടോ. തൊലി കൊണ്ട് നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. ഈ തൊലിയെല്ലാം നമ്മൾ ആദ്യം തിളപ്പിച്ച് ഈ വെള്ളത്തിലോട്ടിട്ട് പഞ്ചസാര ഇട്ട് നന്നായി തിളച്ച് അതിൽ നിന്ന് ആ തൊലിയുടെ കളറെല്ലാം ഇളകി ആ വെള്ളത്തിലോട്ട് വരണം. അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് പയ്യെ ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കാം. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഈ ഡ്രിങ്കിലോട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ പൾപ്പുണ്ടല്ലോ, ആ പൾപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് സമയം ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കും തോറുമാണ് ഇതിന് രുചി കൂടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നൊസ്റ്റാൾജിക് ഡ്രിങ്കായ ഗ്രേപ്പ് ബോൾ ജ്യൂസ്. സത്യത്തിൽ ഇതിപ്പോൾ പല കടകളിലും കിട്ടും. എന്നാലും ഇതെനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്നത് അത്രയും രുചികരമായിട്ടാണ്. ഇപ്പോഴും തൃപ്പൂണിത്തുറയിൽ പോകുമ്പോൾ ഞാൻ കണ്ണോടിക്കുന്നത് പണ്ടത്തെ ആ സ്വാമിക്കട അവിടെ ഉണ്ടോയെന്നാണ്. അന്നത്തെ ആ രുചി ഇപ്പോഴും നാവിൻ തുമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നതും എനിക്കിഷ്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ? ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.